ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാൻഡില സ്റ്റഡി സർക്കിൾ. നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് അഗ്നിവീർ വായു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് 6 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന രീതിയിൽ മാത്രം ഈ ഒരു സെഷൻ എടുത്താൽ മതി. കൂടുതലായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല ഇംഗ്ലീഷ് ആയതുകൊണ്ട്. അപ്പോൾ എന്നെ കൂടെ പറ്റുന്ന രീതിയിൽ ഇംഗ്ലീഷ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു ഇംഗ്ലീഷ് ഭാഗത്തെ ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. രണ്ടായിരത്തി 2023 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഇപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റായിട്ട് മാത്തമാറ്റിക്സ് എന്ന് എഴുതിയത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ 4 ഓപ്ഷൻ കാണാം. അപ്പോൾ ഇതിൽ ഏതാണ് കൃത്യമായിട്ട് മാത്തമാറ്റിക്സിൻ്റെ സ്പെല്ലിങ് കൊടുത്തിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നൽകിയിരിക്കുന്നതിൽ ഓപ്ഷൻ 4 മാത്തമാറ്റിക്സിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഓപ്ഷൻ 4 ശരി ഉത്തരം. അടുത്ത ചോദ്യം, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന വേർഡിൻ്റെ സിനോണിം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സിനോണിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ അർത്ഥം വരുന്ന വാക്യങ്ങളെയാണ് നമ്മൾ സിനോണിം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അഗോണി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അഗോണി എന്ന് പറയുന്നത് എക്സ്ട്രീം ഫിസിക്കൽ ഓർ മെൻ്റൽ സഫറിങ്ങിനെയാണ് നമ്മൾ അഗോണി എന്ന് പറയുന്നത്. അപ്പോൾ നൽകിയിരിക്കുന്ന ഓപ്ഷൻസ്: ഓപ്ഷൻ 1 പെയിൻ, ഓപ്ഷൻ 2 ഹെൽപ്പ്, ഓപ്ഷൻ 3 റിസ്ക്, ഓപ്ഷൻ 4 ബ്ലെയിം. അപ്പോൾ ഇവിടെ അഗോണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീം ഫിസിക്കൽ ഓർ മെൻ്റൽ സഫറിങ് ആണ്. അപ്പം അതിൻ്റെ സെയിം ആയിട്ട് വരുന്ന മീനിങ്ങൾ നമുക്ക് നോക്കാം. സിമിലർ വേർഡ്സ് ആയിട്ട് വരുന്നത് പെയിൻ വരുന്നുണ്ട്, ഹേർട്ട് വരുന്നുണ്ട്, സഫറിങ് വരുന്നുണ്ട്, ടോർച്ചറൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഓപ്ഷനിൽ നൽകിയിട്ടുള്ളത് പെയിൻ ആണ്. സോ ഓപ്ഷൻ 1 പെയിൻ ആണ് ഇവിടെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് താഴെ തന്നിരിക്കുന്ന വേർഡിൻ്റെ ആൻറ്റോണിം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻറ്റോണിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന വാക്ക് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ നൽകിയിരിക്കുന്നത് ലീനിയൻ്റ് എന്നാണ്. അപ്പോൾ ലീനിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയുള്ള അല്ലെങ്കിൽ സൗമ്യമായ എന്നൊക്കെ അർത്ഥം വരുന്നൊരു വാക്കാണ്. അപ്പോൾ നൽകിയിരിക്കുന്ന ഓപ്ഷൻസ്: ഓപ്ഷൻ 1 ജനറസ്, ഓപ്ഷൻ 2 ഹെൽപ്ഫുൾ, ഓപ്ഷൻ 3 സ്ട്രിക്റ്റ്, ഓപ്ഷൻ 4 ഡിഫെൻസീവ്. അപ്പോൾ ഇവിടെ ലീനിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയുള്ള സൗമ്യമായ എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാവുമ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് ഇവിടെ വരുന്നത് നമുക്കിവിടെ സ്ട്രിക്റ്റ് ആണ്. ഓപ്ഷൻ 3 ശരി ഉത്തരം. അടുത്ത ചോദ്യം, കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് ബൈ ചൂസിങ് ദ കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് താഴെ നൽകിയിരിക്കുന്ന ഈ ഒരു സെൻറ്റൻസിൽ ഡാഷുള്ള ഭാഗത്ത് എടുത്തെഴുതാൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നോക്കാം. നോ സൂണർ ഡിഡ് വി ഗോ ഔട്ട് ഓൺ ദ റോഡ് ഡാഷ് ഇറ്റ് ബിഗെയിൻ ടു റെയിൻ ഹെവിലി. ഇവിടെ ഡാഷ് ഉള്ളിടത്ത് എന്താണ് വരേണ്ടത്? വെൻ, ദാൻ, ദെൻ, ബട്ട്. ഇപ്പോൾ ഇവിടെ വരേണ്ടത് ദാൻ ആണ്. ഓപ്ഷൻ 2 ശരി ഉത്തരം. നോ സൂണർ ഡിഡ് വി ഗോ ഔട്ട് ഓൺ ദ റോഡ് ദാൻ ഇറ്റ് ബിഗെയിൻ ടു റെയിൻ ഹെവിലി. അടുത്ത ചോദ്യം, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ക്വസ്റ്റ്യൻ നോക്കാം. ഹി ഷൗട്ടഡ് ഡാഷ് ദ ടോപ്പ് ഓഫ് ഹിസ് വോയിസ് ബട്ട് നോബഡി ഹിയർഡ് ഹിം. അപ്പോൾ ഇവിടെ ഈ ഡാഷ് വരുന്നിടത്ത് എന്താണ്? ഓപ്ഷൻ 1 ഓൺ, ഓപ്ഷൻ 2 അപ്പോൺ, ഓപ്ഷൻ 3 വിത്ത്, ഓപ്ഷൻ 4 അറ്റ്. അപ്പോൾ ഇവിടെ വരുന്നത് ഓപ്ഷൻ 4 അറ്റാണ്. ഹി ഷൗട്ടഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ഹിസ് വോയിസ് ബട്ട് നോബഡി ഹിയർഡ് ഹിം. അടുത്ത ചോദ്യം, സെലക്ട് എ വേർഡ് ഓർ ഫ്രേസ് ഫ്രം ദ ഗിവൺ ലിസ്റ്റ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. അപ്പം ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ, ദേ നീഡ് നോട്ട് വറി. അപ്പം ഇതൊരു ടാഗ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അവിടെ വരുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 ഇസ് നോട്ട് ഇറ്റ്, ഓപ്ഷൻ 2 ഡസ് നോട്ട് ഇറ്റ്, ഓപ്ഷൻ 3 ഡു നോട്ട് ഇറ്റ്, ഓപ്ഷൻ 4 നീഡ് ദേ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നോട്ട് വരുന്നത് കൊണ്ട് ഇവിടെ ഈ ഒരു ഡാഷുള്ള ഭാഗത്ത് ഒരിക്കലും നോട്ട് വരില്ല. സോ നൽകിയിരിക്കുന്നതിൽ നീഡ് ദേ ആണ് ആൻസർ. ഓപ്ഷൻ 4 ശരി ഉത്തരം. അടുത്ത ചോദ്യം, എ സെൻറ്റൻസ് ഹാസ് ബീൻ ഗിവൺ വിത്ത് എ ബ്ലാങ്ക് ടു ബി ഫിൽഡ് വിത്ത് ആൻ അപ്രോപ്രിയേറ്റ് വേർഡ് ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ്. അപ്പം ഇവിടെ നൽകിയിരിക്കുന്ന ബ്ലാങ്കിൽ താഴെ നൽകിയിരിക്കുന്നതിൽ നിന്നും ആൻസർ എടുത്തെഴുതാൻ വേണ്ടിയാണ്. ക്വസ്റ്റ്യൻ ഇവിടെ നൽകിയിട്ടുണ്ട്. മോർ ദാൻ എ ഡെക്കാഡ് ഹാസ് പാസ്ഡ് സിൻസ് ദിസ് ഹൗസ് വാസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്
ഒരു പതിറ്റാണ്ടിലേറെയായി ഈ വീട് എന്ന് മാത്രമേ കൊടുത്തുള്ളൂ. അത് എന്താണ് എന്ന് കൊടുത്തില്ല. ബിൽഡാണോ, അവിടെ ബിൽറ്റാണോ, അതോ ഈസ് ബിൽഡാണോ അല്ലെങ്കിൽ ബിൽഡിംഗ് ആണോ വരേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ വേണ്ടത് ബിൽറ്റാണ്. ഓപ്ഷൻ 2 ആണ് ശരി ഉത്തരം. മോർ ദാൻ എ ഡെക്കാഡ് ഹാസ് പാസ്ഡ് സിൻസ് ദിസ് ഹൗസ് വാസ് ബിൽറ്റ്. അതായത് 10 വർഷത്തിലേറെയായി അല്ലെങ്കിൽ ഒരു പതിറ്റാണ്ടിലേറെയായി ഈ ഒരു ഹൗസ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് കറക്റ്റ് പ്രിപ്പോസിഷൻ. അപ്പം താഴെ നൽകിയിരിക്കുന്ന ബ്ലാങ്കിൽ കറക്റ്റ് പ്രിപ്പോസിഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസ്ട്രിബ്യൂട്ട് ദ സ്വീറ്റ്സ് ഈക്വലി ഡാഷ് ഫോർ ചിൽഡ്രൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 4 കുട്ടികൾക്ക് ഒരു സ്വീറ്റ്സ് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓപ്ഷൻ 1 ബിറ്റ്വീൻ, ഓപ്ഷൻ 2 ഇൻ, ഓപ്ഷൻ 3 എമംഗ്, ഓപ്ഷൻ 4 ത്രൂ. അപ്പോൾ ഇവിടെ ഫോർ ചിൽഡ്രൻ എന്നായതുകൊണ്ട് നമുക്കിവിടെ കൊടുക്കേണ്ടത് എമംഗ് ആണ്. ഓപ്ഷൻ 3 ആണ് ശരി ഉത്തരം. ഡിസ്ട്രിബ്യൂട്ട് ദ സ്വീറ്റ്സ് ഈക്വലി എമംഗ് ഫോർ ചിൽഡ്രൻ. അടുത്ത ചോദ്യം, ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് ദ 4 ഓൾട്ടർനേറ്റീവ് സെലക്ട് ദ ഓൾട്ടർനേറ്റീവ് വിച്ച് ഈസ് ദ ബെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ ഫ്രേസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് താഴെ ഒരു ഫ്രേസ് തന്നിട്ടുണ്ട്. ആ ഒരു ഫ്രേസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒറ്റ വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന വേർഡ് ദാറ്റ് വിച്ച് കനോട്ട് ബി ബിലീവ്ഡ്, അതായത് വിശ്വസിക്കാൻ പറ്റാത്തത് എന്ന് പറയുന്നതിൻ്റെ ഒറ്റ വാക്ക് ഇപ്പോൾ താഴെ നൽകിയിരിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 അവേസം, ഓപ്ഷൻ 2 ഇൻക്രെഡിബിൾ, ഓപ്ഷൻ 3 ക്രെഡിബിൾ, ഓപ്ഷൻ 4 ഇൻഎഫക്റ്റീവ്. അപ്പം വിശ്വസിക്കാൻ പറ്റാത്തത് എന്ന് പറയുന്നത് ഇൻക്രെഡിബിൾ ആണ്, ഇമ്പോസിബിൾ ടു ബിലീവ്. ഓപ്ഷൻ 2 ആണ് ശരി ഉത്തരം, ഇൻക്രെഡിബിൾ. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ സെഗ്മെൻറ്റ് ഇൻ ദ സെൻറ്റൻസ് വിച്ച് കണ്ടെയ്ൻസ് എ ഗ്രാമാറ്റിക്കൽ എറർ. അപ്പോൾ താഴെ നൽകിയിരിക്കുന്ന സെൻറ്റൻസിൽ ഏത് ഭാഗത്താണ് ഒരു ഗ്രാമാറ്റിക്കൽ എറർ ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം വേർഡ് സെൻറ്റൻസ് ഇതാണ്, ഓസ്ട്രേലിയ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രിപ്പൊസസിങ് കൺട്രി ഇൻ ദ സൗത്തേൺ ഹെമിസ്ഫിയർ. അപ്പം ഈ ഒരു സെൻറ്റൻസിൽ ഏത് ഭാഗത്താണ്, 4 ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്, അതിൽ ഏത് ഭാഗത്താണ് ഗ്രാമാറ്റിക്കൽ എറർ ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 ഓസ്ട്രേലിയ ഈസ് 1, ഓപ്ഷൻ 2 ഓഫ് ദ മോസ്റ്റ് പ്രിപ്പൊസസിങ്, ഓപ്ഷൻ 3 കൺട്രി ഇൻ, ഓപ്ഷൻ 4 സൗത്തേൺ ഹെമിസ്ഫിയർ. അപ്പോൾ ഇവിടെ ഗ്രാമാറ്റിക്കൽ എറർ ഉള്ളത് ഓപ്ഷൻ 3 കൺട്രി ഇൻ എന്നാണ്. അപ്പോൾ ഇവിടെ ഇൻ ദ സൗത്തേൺ ഹെമിസ്ഫിയർ എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ കൺട്രി അല്ല വരേണ്ടത്, കൺട്രീസ് എന്നാണ് വരേണ്ടത്. സോ ഓപ്ഷൻ 3 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ സെഗ്മെൻറ്റ് ഇൻ ദ സെൻറ്റൻസ് വിച്ച് കണ്ടെയ്ൻസ് എ ഗ്രാമാറ്റിക്കൽ എറർ. നേരത്തെ ചോദിച്ചുള്ള അതേ ക്വസ്റ്റ്യൻ പോലെ തന്നെ ഈ ഒരു സെൻറ്റൻസിൽ ഗ്രാമാറ്റിക്കൽ എറർ ഉള്ളത് ഏത് ഭാഗത്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സെൻറ്റൻസ് ഇതാണ്, നെയ്തർ എലന നോർ ദേ ഈസ് ഗോയിങ് ടു വിൻ ദ ലുക്രേറ്റീവ് ബാസ്കറ്റ്ബോൾ ടൂർണമെൻറ്റ്. അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന ഓപ്ഷൻസ് നെയ്തർ എലന നോർ ദേ ഈസ് ഗോയിങ് ടു വിൻ, ഓപ്ഷൻ 4 ദ ലുക്രേറ്റീവ് ബാസ്കറ്റ്ബോൾ ടൂർണമെൻറ്റ്. അപ്പോൾ ഇവിടെ എററായിട്ട് വരുന്നത് ഈസ് ഗോയിങ് ടു വിൻ എന്ന ഭാഗമാണ് എററായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നെയ്തർ എലന നോർ ദേ ഈസ് എന്നതിന് പകരം ദേ ആർ എന്നാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ ഈസ് എന്നതിന് പകരം അവിടെ ആറാണ് വരേണ്ടത്. സോ ഓപ്ഷൻ 3 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, സെലക്ട് ദ കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദ ഗിവൺ സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ ഒരു ആക്റ്റീവ് ഫോം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാസീവ് ഫോം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം സെൻറ്റൻസ് ഇതാണ്, ഹീ റോട്ട് എ ലെറ്റർ ഇൻ വേഴ്സ് ഫോം ടു ഹിസ് ഫ്രണ്ട്. അതായത് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അവൻ തൻ്റെ സുഹൃത്തിന് പദ്യരൂപത്തിലൊരു കത്തെഴുതി. അപ്പോൾ അത് തിരിച്ച് എങ്ങനെയാണ് അതിൻ്റെ പാസീവ് വോയിസിൽ എങ്ങനെയാണ് എഴുതുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 എ വേഴ്സ് ഇൻ ലെറ്റർ ഫോം ഹാഡ് ബീൻ റിട്ടൺ ബൈ ഹിം ടു ഹിസ് ഫ്രണ്ട്. ഓപ്ഷൻ 2 എ ലെറ്റർ ഇൻ വേഴ്സ് ഫോം വാസ് ബീയിങ് റിട്ടൺ ബൈ ഹിം ടു ഹിസ് ഫ്രണ്ട്. ഓപ്ഷൻ 3 എ ലെറ്റർ ഇൻ വേഴ്സ് ഫോം വാസ് റിട്ടൺ ബൈ ഹിം ടു ഹിസ് ഫ്രണ്ട്. ഓപ്ഷൻ 4 എ ലെറ്റർ ഇൻ വേഴ്സ് ഫോം ഹാസ് ബീൻ റിട്ടൺ ബൈ ഹിം ടു ഹിസ് ഫ്രണ്ട്. അപ്പോൾ ഇതിൻ്റെ പാസീവ് ഫോമായിട്ട് വരുന്നത് ഓപ്ഷൻ 3 ആണ്, എ ലെറ്റർ ഇൻ വേഴ്സ് ഫോം വാസ് റിട്ടൺ ബൈ ഹിം ടു ഹിസ് ഫ്രണ്ട്. അടുത്ത ചോദ്യം, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദ ഗിവൺ സെൻറ്റൻസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലും ഇൻഡയറക്റ്റ് ഫോമാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പാസീവ് വോയിസ് അല്ലെങ്കിൽ പാസീവ് സെൻറ്റൻസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വേർഡ് ഹി സെഡ് ഹറി ഐ ഹാവ് വോൺ ദ മാച്ച്. അപ്പം ഇത് എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് മാറ്റുക? ഓപ്ഷൻ 1 ഹി എക്സ്ക്ലൈമഡ് വിത്ത് ഗ്രേറ്റ് സോറോ ദാറ്റ്
he had won the match. Option 2, he exclaimed with great joy that he had won the match. Option 3, he exclaimed with great joy that he would won the match. Option 4, he exclaimed with great joy that he have won the match. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഉത്തരം ഓപ്ഷൻ 2 ആണ്. ഹി എക്സ്ക്ലൈമഡ് വിത്ത് ഗ്രേറ്റ് ജോയ് ദാറ്റ് ഹി ഹാഡ് വോൺ ദ മാച്ച്. അടുത്ത ചോദ്യം, ഗിവൺ ഹിയർ ആർ 4 ജംബിൾഡ് സെൻറ്റൻസസ്. പിക്ക് ദ ഓപ്ഷൻ ദാറ്റ് ഗിവ്സ് ദ കറക്റ്റ് ഓർഡർ. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കിവിടെ 4 സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. അത് ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് കറക്റ്റ് ഓർഡറിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എയിൽ കൊടുത്തിട്ടുള്ളത് സോ ഐ ഹാഡ് ടു ട്രൈ ദിസ് പ്ലേസ് ഔട്ട്. ബിയിൽ കൊടുത്തിട്ടുള്ളത് സെർവ് അപ്പ് ദ ബെസ്റ്റ് ഡച്ച് ആപ്പിൾ പൈ ഇൻ ഓൾ ഓഫ് യൂട്രെക്റ്റ്. സിയിൽ കൊടുത്തുള്ളത് ദിസ് ഈസ് എ മാഗ്നിഫിഷ്യൻറ്റ് റെസ്റ്റോറൻറ്റ് റൈറ്റ് ഹിയർ വിച്ച്. ഡിയിൽ കൊടുത്തുള്ളത് ആൻഡ് ഐ ലവ് ഡച്ച് ആപ്പിൾ പൈ. അപ്പം വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളൊന്ന് വെച്ച് നിങ്ങൾക്ക് വായിച്ച് നോക്കിയിട്ട് സിങ്ക് ആവുന്ന ഒരു ടൈപ്പ് നിങ്ങൾക്ക് സെൻറ്റൻസ് കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് നോക്കിയിട്ട് ആ ഒരു ഫോമിലേക്ക് എത്തുന്ന രീതിയിൽ എങ്ങനെ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓർഡർ വന്നിട്ടുള്ളത് ഓപ്ഷൻ 2 കൊടുത്തിട്ടുള്ളത് CBDAയിലാണ്. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് ഇത് കറക്റ്റ് ഒരു മീനിങ് ഫുൾ സെൻറ്റൻസ് ആയിട്ട് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യനും നമുക്ക് ജംബിൾഡ് സെൻറ്റൻസ് ഓർഡർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ളത് എ എന്ന് പറയുന്നത് ദിസ് ഈസ് ദ റെസിഡൻസ് ദാറ്റ് ആക്ച്വലി ഐ ഹാവ് ജസ്റ്റ് ലേൺഡ്. ബി കൊടുത്തിട്ടുള്ളത് വിച്ച് ഈസ് വെരി ഇംപ്രസീവ് ഗിവൺ ദ ഫാക്ട് ദ ഫസ്റ്റ് സ്ട്രക്ചർ. സിയിൽ കൊടുത്തിട്ടുള്ളത് വാസ് ബിൽഡ് ഇൻ 1395 ആൻഡ് ഇറ്റ് കണ്ടിന്യൂഡ് ബീയിങ് ബിഗ്ഗർ ആൻഡ് ബിഗ്ഗർ ആൻഡ് ബിഗ്ഗർ. ഡിയിൽ കൊടുത്തിട്ടുള്ളത് ദാറ്റ് ദിസ് ഈസ് ദ ലാർജസ്റ്റ് സിറ്റി റീപ്ലേസ് ഇൻ ഓൾ ഓഫ് ജർമ്മനി. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ ഓപ്ഷൻ നൽകിയിട്ടുള്ളത് ഓപ്ഷൻ 1 ABCD, ഓപ്ഷൻ 2 ADBC, ഓപ്ഷൻ 3 ACDB, ഓപ്ഷൻ 4 ADCB. അപ്പോൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളത് വായിച്ച് നോക്കുക ഏത് ഓർഡറാണ് കറക്റ്റായിട്ട് വരുന്നത് എന്നുള്ളത്. സോ ഓപ്ഷൻ 2 ആണ് ശരി ഉത്തരം, ADBC. സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 4 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് പാരഗ്രാഫിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ആ ക്വസ്റ്റ്യൻ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ ഗിവൺ വേർഡ് ഇൻഡിഫറൻറ്റ്. ഇൻഡിഫറൻറ്റ് എന്ന വാക്കിൻ്റെ ആൻറ്റോണിം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഓപ്പോസിറ്റ് വേർഡ് എന്താണ് വരുന്നത്. അപ്പം ഇൻഡിഫറൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാവിങ് നോ പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് ഓർ സിമ്പതി. അപ്പം ഇൻഡിഫറൻറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് ഓപ്ഷൻ നൽകിയിരിക്കുന്നതിൽ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ 1 എപ്പത്തറ്റിക്, ഓപ്ഷൻ 2 അറ്റൻറ്റീവ്, ഓപ്ഷൻ 3 ഇൻസെൻസിബിൾ, ഓപ്ഷൻ 4 ഇൻക്യൂരിയസ്. അപ്പം ഇൻഡിഫറൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ അല്ലെങ്കിൽ സിമ്പത്തറ്റിക് അല്ലാത്തത് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഇതിൽ നൽകിയിരിക്കുന്നതിൽ അറ്റൻറ്റീവ് ഈ ഒരു ഇൻഡിഫറൻറ്റിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന വേർഡാണ്. സോ ഓപ്ഷൻ 2 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, സെലക്ട് ദ വെർബ് ഫോം ഓഫ് ആൻ അഡ്ജക്റ്റീവ് പസഫിക് ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് പസഫിക് എന്നത് ഒരു അഡ്ജക്റ്റീവ് ഫോമാണ്. അതിൻ്റെ വെർബ് ഫോം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 പാസിഫൈ, ഓപ്ഷൻ 2 പാസിഫൈങ്, ഓപ്ഷൻ 3 പാസിഫൈഡ്, ഓപ്ഷൻ 4 പാസിഫിക്കേഷൻ. അപ്പം ഇതിൻ്റെ വെർബ് ഫോം വരുന്നത് പാസിഫൈ ആണ്. ഓപ്ഷൻ 1 ആണ് ശരി ഉത്തരം. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൂടുതലും ഡയറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു പോയതാണ് ഞാൻ. കൂടുതലായിട്ട് എനിക്ക് ഇംഗ്ലീഷിൽ ഉള്ള നോളേജ് കുറവായത് കൊണ്ടാണ് അങ്ങനെ ഞാൻ ചെയ്യുന്നത്. എന്നിരുന്നാലും ക്വസ്റ്റ്യൻ ഏതൊരു ടൈപ്പാണെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇംഗ്ലീഷ് സാധാരണഗതിയിൽ ചാനലിൽ ഉൾപ്പെടുത്താറുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഇന്ത്യൻ എയർഫോഴ്സ് എയർമാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതിലെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.